ഹലോ ഡിയർ സ്റ്റുഡൻസ്, ഗുഡ് ഈവനിങ്. അപ്പോൾ ഇന്ന് നിങ്ങളുടെ അക്കൗണ്ട്സ് എക്സാം കംപ്ലീറ്റഡ് ആയി. പേപ്പർ 1 കഴിഞ്ഞു. നൗ നെക്സ്റ്റ് ഇസ് യുവർ പേപ്പർ 2 കോർപ്പറേറ്റ് ആൻഡ് അതർ ലോ. സോ ഈ സെഷനിൽ വി ആർ ജസ്റ്റ് ഡിസ്കസിങ് ഓൺ അടുത്ത 1.5 ഡേയ്സ് എങ്ങനെ നിങ്ങൾക്ക് കോർപ്പറേറ്റ് ആൻഡ് അതർ ലോ എന്ന് പറയുന്ന പേപ്പർ പ്രിപ്പയർ ചെയ്യാം. ആൻഡ് കമ്പൽസറി ക്വസ്റ്റൻ ഒക്കെ ആയിട്ട് ഒരു ട്രെൻഡ് അനാലിസിസ് വീഡിയോ പോലെ ചെറിയൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതായത് 1.5 ഡേയ്സ് പ്രിപ്പറേഷൻ പ്ലസ് കഴിഞ്ഞ 2 അറ്റംപ്റ്റിൽ എങ്ങനെയാണ് ക്വസ്റ്റൻസ് വന്നിരുന്നത്, ഏതൊക്കെ ചാപ്റ്റേഴ്സ് കൂടുതൽ ഫോക്കസ് ചെയ്താണ് ക്വസ്റ്റൻസ് വന്നേക്കുന്നത് എന്നൊക്കെ ജസ്റ്റ് നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ ദാറ്റ് യു ഗെറ്റ് എൻ ഐഡിയ. പ്രയോറിറ്റൈസ് ചെയ്തിട്ട് നിങ്ങൾക്ക് അടുത്ത 1.5 ദിവസം നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാം നിങ്ങളുടെ റിവിഷൻ. ഓക്കെ, സോ അതിലോട്ട് കയറുന്നതിന് മുന്നേ ജസ്റ്റ് ക്വിക്കായിട്ടൊരു കാര്യം ഞാൻ പറയാം. നന്നായിട്ട് എഴുതിയ സ്റ്റുഡൻസ് ഉണ്ടാകും, വെരി ഗുഡ്. നോ പ്രിപ്പയർ വെൽ ഫോർ യുവർ കോർപ്പറേറ്റ് ആൻഡ് അതർ ലോ. ബട്ട് വേറെ സെറ്റ് ഓഫ് സ്റ്റുഡൻസ് ഉണ്ടാവും, ചിലപ്പോൾ ഓൺ ടൈം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ട് ഉണ്ടാവില്ല. അതായത് ഉദ്ദേശിച്ച പോലെ 80 മാർക്സ് 85 മാർക്സ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവുള്ളൂ. പക്ഷേ ചില സ്റ്റുഡൻസിന് മറന്നു പോയിട്ടുണ്ടാവാം. അപ്പോൾ അവർക്ക് ഉദ്ദേശിച്ച പോലെ പേപ്പർ പ്രിപ്പയർ ചെയ്തതുപോലെ അവർക്ക് പ്രസൻറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല. സോ ദർ ആർ മെനി സെറ്റ് ഓഫ് സ്റ്റുഡൻസ്, അല്ലെ, മെനി കൈൻഡ് ഓഫ് സ്റ്റുഡൻസ്. അപ്പോൾ നമ്മൾ എങ്ങനെ പേപ്പർ എഴുതി എന്നുള്ള നമ്മുടെ ഫ്രണ്ട്സായിട്ട് കമ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. ഞാനൊരു പ്രാക്ടിക്കൽ സംഭവം നമ്മുടെ ഇവിടെ ട്രിപ്പിളിൽ നടന്നൊരു സംഭവം ഞാൻ പറയാം. May 24 എക്സാംസ് ഭയങ്കര ഡിഫിക്കൽട്ടായിരുന്നു അക്കൗണ്ട്സ്. അപ്പോൾ അക്കൗണ്ട്സിൻ്റെ എക്സാം കഴിഞ്ഞ് വന്ന് സ്റ്റുഡൻസ് നമ്മൾ പേഴ്സണലി ഒക്കെ വിളിച്ച് പറഞ്ഞു, ഇനി എന്തായാലും അക്കൗണ്ട്സ് പൊട്ടും, കോർപ്പറേറ്റ് ആൻഡ് അതർ ലോ പഠിച്ചിട്ട് കാര്യമൊന്നുമില്ല, ഞാൻ ഉദ്ദേശിച്ച പോലെ ഒന്നും എനിക്ക് പേപ്പർ എഴുതാൻ വേണ്ടി പറ്റിയില്ല. സോ വി കെപ്റ്റ് ടെല്ലിങ്, നിങ്ങൾ എന്തായാലും ഇത് സ്റ്റാർട്ട് ചെയ്തു. അതായത് നിങ്ങൾ ഇനി എക്സാംസ് എഴുതി, അതായത് എക്സാം സ്കിപ്പ് ചെയ്ത് പോയിട്ട് ബാക്കി 2 പേപ്പർ എഴുതാതിരുന്നാൽ പോലും റിസൾട്ട് വരാൻ നേരത്തെ അത് അൺസക്സസ്ഫുൾ എന്നല്ലേ കാണുള്ളൂ. അത് നിങ്ങൾ പറയണ എന്തായാലും കോർപ്പറേറ്റ് ആൻഡ് അതർ ലോ അല്ലെ ടാക്സ് എഴുതിയിട്ട് കാര്യമൊന്നുമില്ല, അതെന്തായാലും അൺസക്സസ്ഫുൾ ആയിപ്പോവും. അതായത് ഫെയിൽ എന്ന് പറയുന്നൊരു യൂസേജ് ഇപ്പോൾ ഇല്ലല്ലോ, അൺസക്സസ്ഫുൾ ആയിപ്പോൾ എഴുതിയിട്ട് കാര്യമില്ല. ഈവൻ ഇഫ് യു സ്കിപ്പ് ആൻഡ് ഗോ യു വിൽ സീ ദ സെയിം റിസൾട്ട്സ് ഓൺലി. അപ്പോൾ അതാണ് നിങ്ങളുടെ വിശ്വാസമെങ്കിൽ, അതായത് കിട്ടില്ല, വി സെഡ് ജസ്റ്റ് ഗോ റൈറ്റ്, ലീവ് ഇറ്റ്. നിങ്ങൾ എന്തിനാണ് മാർക്ക് ഇടണേ? അതായത് QP എടുക്കുന്നു, 6 മാർക്സിന് വാലുവേഷൻ്റെ പേപ്പർ പോലും പോയിട്ടില്ല, 6 മാർക്സിൻ്റെ ക്വസ്റ്റൻ എനിക്ക് 2 മാർക്സ് കിട്ടുള്ളൂ, 1.5 മാർക്സ് എനിക്ക് ഹാഫ് മാർക്ക് കിട്ടുള്ളൂ, എനിക്ക് 0 കിട്ടുള്ളൂ. നിങ്ങൾ എന്നെ വാലുവേറ്റ് ചെയ്തൊരു കൺക്ലൂഷനിലോട്ട് എത്തി. ഡോണ്ട് ഡൂ ദാറ്റ്. May 2024 എന്താ സംഭവിച്ചത്? അക്കൗണ്ട്സ് എക്സാം ഭയങ്കര ടഫായി. കുറച്ച് സ്റ്റുഡൻസ് നമ്മൾ പറഞ്ഞ പോലെ എല്ലാം കേട്ട് എന്തായാലും സ്റ്റാർട്ട് ചെയ്തു, ഇത് ഇനി അങ്ങ് തീർത്തേക്കാം എന്ന് പറഞ്ഞാൽ കോർപ്പറേറ്റ് ആൻഡ് അതർ ലോ ടാക്സ് ഒക്കെ പോയി കംപ്ലീറ്റ് ചെയ്തു. വേറെ ചില സ്റ്റുഡൻസ് എന്ത് ചെയ്തു, നൈസായിട്ട് ഉഴപ്പി കോർപ്പറേറ്റ് ആൻഡ് അതർ ലോ ആൻഡ് ടാക്സ് ഒന്ന് നന്നായിട്ട് പ്രിപ്പയർ ചെയ്തില്ല, ഇനി Group 2 നന്നായിട്ട് എഴുതാം, അവർ ആറ്റിറ്റ്യൂഡോട്ട് പോയി. ചില കുട്ടികൾ ഈവൻ സ്കിപ്ഡ് ദ ഫസ്റ്റ് ഗ്രൂപ്പ്, അത് ചെയ്തില്ല. ആൻഡ് റിസൾട്ട് വന്ന സമയത്ത് ഈ സ്കിപ്പ് ചെയ്ത സ്റ്റുഡൻസ് അല്ലെങ്കിൽ നന്നായിട്ട് കോർപ്പറേറ്റ് ആൻഡ് അതർ ലോ ടാക്സ് എന്തായാലും അക്കൗണ്ട്സ് പൊട്ടുമല്ലോ, അപ്പോൾ എന്തായാലും ബാക്കി 2 പ്രിപ്പയർ ചെയ്തിട്ട് കാര്യമില്ല, അങ്ങനെ എടുത്ത് ആറ്റിറ്റ്യൂഡുള്ള കുട്ടികളുടെ റിസൾട്ട് വന്നപ്പം ദേ ഹാഡ് 51, 52, 53, 48. ആൻഡ് അവർ തന്നെ നമ്മളോട് പറയാണ്. ഇപ്പോൾ എന്നോടൊക്കെ പേഴ്സണലി മെസ്സേജ് അയച്ച സ്റ്റുഡൻസ് ഉണ്ട്, വന്ന് കണ്ട് സംസാരിച്ച സ്റ്റുഡൻസ് വരെ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് തന്നെ അറിയില്ല എങ്ങനെയാണ് 49 കിട്ടിയത്, എങ്ങനെയാണ് 53 കിട്ടിയത്, ഒന്ന് ജസ്റ്റ് കുറച്ച് എഫേർട്ട് എടുത്താൽ മതിയായിരുന്നല്ലേ ലോ ആൻഡ് ടാക്സ്. അപ്പോൾ വൈ ഡു വി സേ ദിസ്? കാരണം ഈ ഒരു ട്രെൻഡ് ഭയങ്കര കോമൺ ആണ്. അതായത് ഫസ്റ്റ് എക്സാം ഒന്നെങ്കിൽ അവരെന്ത് ചെയ്യും, പേപ്പർ ഭയങ്കര ലെങ്തി ആക്കും, അല്ലെ അവരെന്ത് ചെയ്യും, ക്വസ്റ്റ്യൻ പേപ്പറിൽ 60% ഓഫ് ദ ക്വസ്റ്റ്യൻസ്, ഈ പേപ്പർ ടഫായി എന്ന് പറഞ്ഞപ്പോഴും ഉണ്ടല്ലോ, 60% ഓഫ് ദ ക്വസ്റ്റ്യൻസ് ക്ലാസ്സിൽ പഠിപ്പിച്ചതും ചെയ്തതും ഒക്കെ തന്നെയായിരുന്നു. ബാക്കി ഒരു 40% ക്വസ്റ്റ്യൻ ആണ് നമ്മൾ കുട്ടികൾ എക്സ്പെക്ട് ചെയ്തതുപോലത്തെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് അല്ല വന്നത്. കുട്ടികൾ ആ 40% മാത്രം ഫോക്കസ് ചെയ്തിട്ട് 60% ഓഫ് ക്വസ്റ്റൻ അവർ എന്ത് ചെയ്തു, എന്തായാലും നമ്മൾ പഠിച്ചൊന്നും അല്ല വന്നത്, എല്ലാം മറന്നു, ആ ഒരു ലെവലിൽ പേപ്പർ അറ്റംപ്റ്റ് ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തു. അവർ റിസൾട്ട്സും അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് എക്സ്പെക്ട് ചെയ്തു. പക്ഷേ റിസൾട്ട് വന്ന സമയത്ത് എക്സംഷൻ കിട്ടിയ സ്റ്റുഡൻസ് ഉണ്ട്. അതായത് മിസ്സേ ബാലൻസ് ഷീറ്റ് ഒന്നും ടാലി ചെയ്യില്ല, അല്ലെങ്കിൽ ഉദ്ദേശിച്ച അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എഴുതാൻ വേണ്ടി പറ്റിയില്ല, അങ്ങനെയൊക്കെ പറഞ്ഞ സ്റ്റുഡൻസിന് എക്സംഷൻ കിട്ടിയവരുണ്ട്, 50s കിട്ടിയവരുണ്ട്, 49, 48 കിട്ടിയവരുണ്ട്. എന്നിട്ട് കോർപ്പറേറ്റ് ആൻഡ് അതർ ലോ ആൻഡ് ടാക്സിന് എക്സംഷൻ മേടിച്ച് ഗ്രൂപ്പ് പാസ്സായ സ്റ്റുഡൻസ് ഉണ്ട്. സോ ദിസ് പ്രാക്ടിക്കലി ഹാപ്പൻ. May 2024 അറ്റംപ്റ്റിന് കാര്യം പറഞ്ഞാൽ നല്ല റിസൾട്ട്സ് വരുന്നു നമുക്ക്. റിമെമ്പർ, ദിസ് മൈറ്റ് ഹാവ് ഹാപ്പൻ ടു യു ആസ് വെൽ. അതായത് നിങ്ങൾക്ക് ഒന്നുകിൽ പേപ്പർ ഉദ്ദേശിച്ച പോലെ പ്രസൻറ്റ് ചെയ്യാൻ പറ്റി കാണില്ല, അല്ലെങ്കിൽ ഓൺ ടൈം നിങ്ങൾ ഉദ്ദേശിച്ച അത്ര മാർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല. ഇറ്റ്സ് ഓക്കെ. നൗ വി ആർ നോട്ട് സപ്പോസ് ടു ഇവാലുവേറ്റ് ദ പേപ്പർ, ലീവ് ഇറ്റ്. അവർ ഇവാലുവേറ്റ് ചെയ്ത് തിരിച്ചു തരട്ടെ. നൗ യോർ ഫോക്കസ് ഷുഡ് ബി ഫോർ കോർപ്പറേറ്റ് ആൻഡ് അതർ ലോ ആസ് വെൽ ആസ് യുവർ ടാക്സ് ഫോർ Group 1. എന്നിട്ട് സെക്കൻഡ് ഗ്രൂപ്പിലോട്ട് പിന്നെ ഫോക്കസ് ചെയ്ത് പോവുക. സോ പേപ്പർ 1 കഴിഞ്ഞു, ഇനി അതിനെപ്പറ്റി ഓർക്കാൻ പാടില്ല, പേപ്പർ എടുത്ത് ഇവാലുവേറ്റ് ചെയ്യാൻ പാടില്ല, ആ പേപ്പറും കളയുക, നിങ്ങൾ നോക്കുക വേണ്ട. നിങ്ങൾക്ക് സജസ്റ്റഡ് ആൻസർ പോലെ IC തന്നെ അവർ വെബ്സൈറ്റിലിടും, അന്നേരം നിങ്ങൾക്ക് QP ആൻസറും കാണാൻ പറ്റും. നൗ ഡോണ്ട് ഫോക്കസ് ഓൺ ഇവാലുവേറ്റിംഗ് യുവർ അക്കൗണ്ട്സ് പേപ്പർ. ഓക്കെ, നൗ വാട്ട് യു ഹാവ് ടു ഡു ഇസ് ഫോക്കസ് ഓൺ യുവർ കോർപ്പറേറ്റ് ആൻഡ് അതർ ലോ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യാം, സെപ്റ്റംബർ 2024
മെയ് 2024 എങ്ങനെയാണ് അവർ ക്വസ്റ്റ്യൻസ് ഏതൊക്കെ ചാപ്റ്ററിൽ നിന്നാണ് കമ്പൽസറി ആൻഡ് അതർ ക്വസ്റ്റ്യൻസിലൊക്കെ പ്രയോറിറ്റൈസ് ചെയ്തു വന്ന ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണ്. ഈ ട്രെൻഡ് അനാലിസിസ് നടത്തിയപ്പോൾ ഉണ്ടല്ലോ, ഞാൻ തന്നെ ക്വിക്കായിട്ട് നേരത്തെ ഒന്ന് നോക്കി വെച്ചു, സോ ദാറ്റ് ഈ വീഡിയോ നമുക്ക് ക്വിക്കായിട്ട് നിങ്ങൾക്ക് തീർത്തിട്ട് ഇന്ന് തന്നെ അങ്ങ് പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യും. ലോങ് വീഡിയോ ആകുമ്പോൾ നിങ്ങളുടെ സമയം ഞാൻ അങ്ങ് എടുക്കേണ്ട ആവശ്യമില്ലല്ലോ. സോ ക്വിക്കായിട്ട് ഞാൻ പറയാം. ക്വസ്റ്റ്യൻ നമ്പർ 1 ഈ PDF നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആയിരിക്കും കേട്ടോ. അതായത് ക്വസ്റ്റ്യൻ നമ്പർ 1, question number 2, question number 4 ആൻഡ് question number 6. question number 6 എല്ലാം ഞാൻ പറയുന്നില്ല, പക്ഷേ കോമൺ ആയിട്ട് വന്നതുകൊണ്ട് കേട്ടോ. question number 6 ഒരേ ട്രെൻഡ് പോലെയാണ് ഫോളോ ചെയ്തേക്കുന്നത്. question number 6 എക്സാക്ട്ലി ഞാൻ പറയുന്നില്ല. ഫോർ മെയ് 2024 ആൻഡ് സെപ്റ്റംബർ 2024 കുറച്ച് ചാപ്റ്റേഴ്സ് വ്യത്യാസമുണ്ട്, പക്ഷേ കോമൺ ആയിട്ട് വന്ന ചാപ്റ്ററും ഉണ്ട്. ദാറ്റ് ഇസ് കമ്പനി ഇൻകോർപ്പറേറ്റഡ് ഔട്ട്സൈഡ് ഇന്ത്യ ആൻഡ് ഫെമ. സെയിം ഇവിടെയും കമ്പനി ഇൻകോർപ്പറേറ്റഡ് ഔട്ട്സൈഡ് ഇന്ത്യ ഫെമ വന്നിട്ടുണ്ട്. അത് മറ്റടുത്ത് മീറ്റിംഗ്സ് ആണ്, ഇവിടെ അക്കൗണ്ട്സ് ആൻഡ് ഓഡിറ്റേഴ്സ് അങ്ങനെയാണ് വന്നേക്കുന്നത്. അതായത് ക്വസ്റ്റ്യൻ നമ്പർ 6 സെപ്റ്റംബർ 2024 മെയ് 2024 2 ചാപ്റ്റേഴ്സ് കോമൺ ആയിട്ട് വന്നിട്ടുണ്ട്. മറ്റേത് ഡിഫറെൻറ്റ് ഒരു ചാപ്റ്ററാണ്. പക്ഷേ ക്വസ്റ്റ്യൻ നമ്പർ 1, 2, 4 and 6 ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യൻസും സെയിം ചാപ്റ്റേഴ്സിൽ നിന്ന് തന്നെയാണ് അവർ ഇട്ടേക്കുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 1 സെപ്റ്റംബർ 2024 മെയ് 2024 അവർ പിക്കപ്പ് ചെയ്തേക്കുന്ന ചാപ്റ്റേഴ്സ് സെയിം ആണ്. അതായത് കമ്പൽസറി അപ്പാർട്ട് ഫ്രം 1 ചാപ്റ്റർ ദാറ്റ് ഇസ് ഓഡിറ്റേഴ്സ്. സെപ്റ്റംബർ 2024 ഓഡിറ്റേഴ്സ് എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിൽ നിന്നും ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, പക്ഷേ ബാക്കി ഓൾ ചാപ്റ്റേഴ്സ് റിമെയിൻസ് സെയിം. സോ നിങ്ങൾക്ക് കമ്പയർ ചെയ്ത് നോക്കുമ്പം ദീസ് ആർ ഓൾ കോമൺ ചാപ്റ്റേഴ്സ്. 1, 2, 4, 6 വന്നേക്കുന്ന കുറേ കോമൺ ചാപ്റ്റേഴ്സ് ഉണ്ട്. ഷെയർ ക്യാപിറ്റൽ ഡിബെഞ്ചേഴ്സ്, അക്കൗണ്ട്സ്, ഫെമ, പ്രോസ്പെക്ടസ്, ഡെപ്പോസിറ്റ്സ്, ജനറൽ ക്ലോസ്, ഡിവിഡൻഡ്, LLP ഇൻ്റർപ്രിട്ടേഷൻ ആൻഡ് കമ്പനി ഇൻകോർപ്പറേറ്റഡ് ഫെമ. ഈ പറയുന്ന ചാപ്റ്റേഴ്സാണ് കോമൺ ആയിട്ട് ആ സെറ്റ് സെയിം ചാപ്റ്റേഴ്സിൽ നിന്നാണ് അവർ ആ ചാപ്റ്റർ മാറുന്നില്ല. ഈച്ച് ക്വസ്റ്റ്യൻ്റെ ആ ചാപ്റ്റർ റിമെയിൻസ് സെയിം. അതായത് ക്വസ്റ്റ്യൻ നമ്പർ 1 എന്താണോ സെപ്റ്റംബർ 2024 വന്നത്, അതേപോലെ തന്നെ മെയ് 2024 സെയിം ചാപ്റ്റേഴ്സാണ് അവർ പിക്കപ്പ് ചെയ്തിട്ട് കമ്പൽസറിയിൽ അവർ ഇട്ടേക്കണം. അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ നമ്പർ 2 അവർ ചൂസ് ചെയ്തേക്കുന്ന ചാപ്റ്റേഴ്സ്. സോ ദാറ്റ് ട്രെൻഡ് റിമെയിൻസ് സെയിം. സോ യു ക്യാൻ ഫോക്കസ് ഓൺ ദോസ് ചാപ്റ്റേഴ്സ്. അപ്പോൾ എന്തെങ്കിലും ലെഫ്റ്റ് ഔട്ട് ആയിട്ടൊരു ടോപ്പിക്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ പുതിയതായിട്ട് പഠിക്കണമെന്ന് ഞാൻ പറയില്ല, കാരണം അത് ചെയ്യുന്നൊരു മണ്ടത്തരമാണ്. കാരണം നമ്മൾ പഠിച്ച ചാപ്റ്റേഴ്സ് റിവിഷനാണ് ഇപ്പോൾ നടത്തേണ്ടത്. എല്ലാം റിവൈസ് ചെയ്തിട്ട് ബാക്കി ഉണ്ടെങ്കിൽ വർക്ക് ബുക്കിലെ ക്വസ്റ്റ്യൻസ് എടുത്തിട്ട് MTPയിലോ RTPയിലോ അവർ ഫ്രെയിം ചെയ്ത് നിങ്ങൾ വിട്ട ചാപ്റ്ററില്ലേ, ആ വിട്ട ചാപ്റ്ററിലെ MTP RTP മാത്രം എന്താണ് ക്വസ്റ്റ്യൻ ആൻസർ എന്ന് ജസ്റ്റ് നോക്കിപ്പോ. ബിക്കോസ് സംതിങ് ഈസ് ബെറ്റർ ദെൻ നത്തിങ്. കംപ്ലീറ്റ്ലി വിടുന്നതിലും ആ മറ്റേ Q&A ജസ്റ്റ് നോക്കി പോയിട്ടുണ്ട്. ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ വരുവാണെങ്കിൽ ദിസ് ഇസ് ഹൗ യു ഹാവ് ടു ആൻസർ. സോ യു വിൽ ഗെറ്റ് എൻ ഐഡിയ. മനസ്സിലായോ? സോ അത് നിങ്ങൾക്കൊന്ന് നോക്കിപ്പോ. അതായത് ദിസ് ഷുഡ് ബി കെപ്റ്റ് ആസ് യുവർ ലാസ്റ്റ് ഓപ്ഷൻ. പിന്നെ നിങ്ങൾ ആ ചാപ്റ്റർ എടുത്തിട്ട് പഠിക്കാൻ പോവല്ല, യു ആർ ജസ്റ്റ് ഫോക്കസിങ് ഓൺ ദ ക്വസ്റ്റ്യൻ. അത് വന്നാൽ നമുക്ക് എഴുതാം, ഇല്ല വിടാം. എന്തായാലും നിങ്ങളെ വിടാനായിട്ട് ഉദ്ദേശിച്ച ചാപ്റ്റർ തന്നെയാണ്. അതായത് 100% പഠിച്ചിട്ടുണ്ടെങ്കിൽ വെരി ഗുഡ്. അല്ല, നിങ്ങൾ 1-2 ചാപ്റ്റേഴ്സ് തീരെ പറ്റണില്ല, നേരത്തെ തന്നെ നിങ്ങൾ വിട്ടിരുന്നു, ഐ എം നോട്ട് പ്ലാനിങ് ടു സ്റ്റഡി ദിസ്, ഇപ്പം എല്ലാം പഠിച്ചിട്ട് ബാക്കിയുള്ള അപ്പം ആ ചാപ്റ്ററിൽ നിന്ന് പിക്കപ്പ് ചെയ്തിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇപ്പോൾ ഫാക്കൽറ്റി ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടാവും ദിസ് ഇസ് എ വെരി വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. അല്ലെങ്കിൽ MTP വെരി റീസെൻറ്റ് MTP RTPയിൽ കിടക്കുന്ന ഒരു ക്വസ്റ്റൻ ആയിരിക്കും. അതിൻ്റെ ക്വസ്റ്റൻ ആൻസർ എങ്ങനെയാണ് കൊടുത്തേക്കുന്നത് നോക്കുക, ജസ്റ്റ് റീഡ് ത്രൂ ആൻഡ് ഗോ. എങ്ങാനും ആ സെയിം ക്വസ്റ്റൻ റിപ്പീറ്റഡ് ആയാൽ യു ക്യാൻ അറ്റംപ്റ്റ് ദാറ്റ് ക്വസ്റ്റൻ. സോ വൺസ് യു സ്റ്റാർട്ട് പ്രിപ്പയറിംഗ് ക്വസ്റ്റൻ നമ്പർ 1, 2, 4, 6 അതേ ചാപ്റ്റേഴ്സ് റിപ്പീറ്റ് ചെയ്ത ട്രെൻഡ് നിങ്ങൾ നോക്കുക. ആ ചാപ്റ്റേഴ്സ് നിങ്ങൾ ഒന്ന് ഫസ്റ്റ് പ്രയോറിറ്റൈസ് ചെയ്ത് പഠിക്കുന്നത് നിങ്ങൾ നല്ലതായിരിക്കും. നൗ ടുഡേ വാട്ട് എവർ ബി യുവർ മൈൻഡ് സെറ്റ്, എന്തും ആയിക്കോട്ടെ, പേപ്പർ അടിപൊളിയായിട്ട് എഴുതാൻ പറ്റി, ഭയങ്കര എക്സൈറ്റഡ് മൂഡിലിരിക്കുകയാണ്, അല്ല പേപ്പർ നല്ലപോലെ പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടില്ല, കുറച്ച് സാഡ് മൂഡിലിരിക്കുകയാണ്, ഇറ്റ്സ് ഓക്കെ. വാട്ട് എവർ ബി യുവർ മൂഡ്, ടുഡേ വി ഹാവ് ടു പ്രിപ്പയർ, റൈറ്റ്? അപ്പോൾ നമുക്ക് ഇന്നത്തെ ഡേ വേസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. സോ ടുഡേ യു ഷുഡ് റിവൈസ് 2 ചാപ്റ്റേഴ്സ്, കമ്പനി ഇൻകോർപ്പറേറ്റഡ് ഔട്ട്സൈഡ് ഇന്ത്യ, ഡിവിഡൻറ്റ്. ഈ 2 ചാപ്റ്ററാണ് നിങ്ങൾ റിവൈസ് ചെയ്യേണ്ടത്. റിവിഷൻ ചെയ്യുക എന്ന് പറയുമ്പോൾ നൗ യു ഷുഡ് ഫോക്കസ് ഓൺ യുവർ ക്വസ്റ്റൻ ആൻസേഴ്സ്. അതായത് നമ്മൾ കുറേ പ്രൊവിഷൻസ് ഇങ്ങനെ നോക്കി വെക്കുന്നുണ്ട്, പക്ഷെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ നമുക്കത് എങ്ങനെ ആൻസർ ചെയ്യണം എന്നറിയില്ല. ഞാൻ എപ്പോഴും ക്ലാസ്സിൽ പറയുന്ന ഒരു കാര്യമാണ്, യു ഷുഡ് ഫോക്കസ് ഓൺ ദ കേസ് ബേസ് ക്വസ്റ്റ്യൻ. കാരണം കേസ് ബേസ് ക്വസ്റ്റ്യൻ വരാൻ നേരത്ത് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റണം. പ്രൊവിഷൻ അറിയാം, അപ്ലൈ ചെയ്യാൻ അറിഞ്ഞൂടാ, അത് പോയിന്റ്ലെസ് ആണ്. സോ എന്തെടുക്കുക, വർക്ക് ബുക്ക് എടുക്കുക, ഓരോ സെക്ഷനിൽ നിന്ന് ഇപ്പം ഡിവിഡൻറ്റിന് എടുക്കുകയാണെങ്കിൽ 123 to 127 ആണ് ഡിവിഡൻറ്റ് ചാപ്റ്ററുള്ളത്. 123 ഒരൊറ്റ ക്വസ്റ്റ്യൻ എടുക്കുക, അതായത് വർക്ക് ബുക്ക് ക്വസ്റ്റ്യൻ എടുക്കുക, സെക്ഷൻ 123 എടുക്കുക. അപ്പോൾ ഇന്ന് എടുക്കേണ്ട ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണ്? ഡിവിഡൻറ്റും എടുക്കണം, കമ്പനി ഇൻകോർപ്പറേറ്റഡ് ഔട്ട്സൈഡ് ഇന്ത്യ, കാരണം രണ്ടും ചെറിയ ചാപ്റ്റേഴ്സാണ്. നൗ ഡിവിഡൻറ്റ് 123 to 127 ആണെങ്കിൽ 123 ഒരൊറ്റ ക്വസ്റ്റ്യൻ വർക്ക് ബുക്കിൽ നിന്ന് പിക്കപ്പ് ചെയ്യുക. 124 ബേസ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ, 125 ബേസ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ, 126 ഒരു ക്വസ്റ്റ്യൻ, 127 ഒരു ക്വസ്റ്റ്യൻ. സോ യു ഹാവ് കവേർഡ് ദ എൻറ്റയർ ചാപ്റ്റർ. ടെക്നിക്കലി 5 ക്വസ്റ്റ്യൻസ് നോക്കുമ്പോൾ തന്നെ എൻറ്റയർ ചാപ്റ്റർ കവേർഡായി. നിങ്ങൾക്ക് കേസ് ബേസ് ക്വസ്റ്റ്യൻ വരുന്ന എങ്ങനെയാണെന്ന് ഒരു ഐഡിയയും കിട്ടി. അതല്ലാതെ മൊത്തം
ഇരുന്ന് വായിക്കുമ്പം എന്താ സംഭവിക്കണമെന്നറിയോ, എപ്പോഴും കേൾക്കുന്ന ഒരു കൺസേൺ ആണ്, മാം പഠിച്ചിരുന്നു, ഇപ്പോൾ ഒന്നും ഓർമ്മ കിട്ടുന്നില്ല, എല്ലാം മറന്നു, എല്ലാം കുഴഞ്ഞിരിക്കുകയാണ്, 30 days 15 days, അയ്യോ കുറേ നമ്പർ ഓഫ് ഡേയ്സ് ഉണ്ട്. അതിന് പകരം നിങ്ങൾ ക്വസ്റ്റ്യൻസ് ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ യു വിൽ ബിക്കം കോൺഫിഡൻറ്റ്. എനിക്ക് ക്വസ്റ്റ്യൻ, എനിക്കിത് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്, ഐ എം ഏബിൾ ടു റിക്കളക്റ്റ് ഇറ്റ്. അല്ല, ഒരു ക്വസ്റ്റ്യൻ ഡൗട്ട് വന്നു, ഇത് 30 ആണോ 15 days ആണോ, അപ്പം തന്നെ ഇമ്മീഡിയറ്റ്ലി പോയി പ്രൊവിഷൻ റെഫർ ചെയ്യുന്നു. സോ ടെക്നിക്കലി പ്രൊവിഷനും കവേർഡ് ആവുന്നുണ്ട്, ക്വസ്റ്റ്യൻ കവേർഡ് ആവുന്നുണ്ട്. സോ യു ആർ നോട്ട് ഗോയിങ് ടു റീഡ് ദ ടെക്സ്റ്റ് ബുക്ക് അഗെയിൻ, യു ആർ ഗോയിങ് ടു ഫോക്കസ് ഓൺ ദ ക്വസ്റ്റ്യൻ. സോ ഓരോ സെക്ഷനെ പിക്കപ്പ് ചെയ്ത് നിങ്ങൾ ക്വസ്റ്റ്യൻ എടുക്കുക. സെയിം തിങ് യു ഹാവ് ടു ഡു ഫോർ കമ്പനി ഇൻകോർപ്പറേറ്റഡ് ഔട്ട്സൈഡ് ഇന്ത്യ. ഓരോ സെക്ഷനെ ബേസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് പിക്കപ്പ് ചെയ്യുക, എന്നിട്ട് നോക്കുക. ദാറ്റ് ഈസ് ഹൗ യു ഷുഡ് റിവൈസ്. സോ ടുഡേ ഇറ്റ് ഷുഡ് ബി കമ്പനി ഇൻകോർപ്പറേറ്റഡ് ഔട്ട്സൈഡ് ഇന്ത്യ, ഡിവിഡൻറ്റ്. വേറെ ഒന്നും നോക്കണ്ട, ഓൺലി ദീസ് 2 chapters. ഞാൻ ഈ പറയുന്ന ട്രെൻഡ് അനാലിസിസിൻ്റെ ട്രെൻഡ് അനാലിസിസിൻ്റെ സംഭവം ഞാൻ താഴെ ഇട്ടേക്കാം. നൗ ദിസ് ഇസ് ആർ ഹയസ്റ്റ് വെയ്റ്റഡ് ചാപ്റ്റേഴ്സ്. ICA തന്നെ കൊടുത്തിരിക്കുന്ന ഹയസ്റ്റ് വെയ്റ്റഡ് ചാപ്റ്റേഴ്സിൻ്റെ സെറ്റ് അവർ കൊടുത്തേക്കുന്നതാണ്, കമ്പനീസ് ആക്ട് ആൻഡ് അതർ ലോ. സോ ഞാൻ ഓൾറെഡി പറഞ്ഞു, ഇന്ന് നിങ്ങൾ നോക്കേണ്ട ഏതൊക്കെയാണ്, കമ്പനി ഇൻകോർപ്പറേറ്റഡ് ഔട്ട്സൈഡ് ഇന്ത്യ ആൻഡ് ഡിവിഡൻറ്റ്. ടുമോറോ യു ഷുഡ് സ്റ്റാർട്ട് വിത്ത് ദ 8, 9, 10, 11. അതിനകത്ത് 11th ചാപ്റ്റർ ഓൾറെഡി വി ആർ റിവൈസിങ് ടുഡേ. സോ ഇറ്റ്സ് 8, 9, 10. ഈ 3 ചാപ്റ്റേഴ്സിനാണ് നിങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്യേണ്ടത്. ചാപ്റ്റർ 8, 9, 10 എന്തുകൊണ്ടാണെന്ന് ഞാൻ പറയാം. ഇഫ് യു ലുക്ക് ഇൻ ടു ദ വെയ്റ്റഡ് സൈഡ് നിങ്ങൾക്ക് കാണാൻ പറ്റും 30 to 35% ആണ് അതിന് കൊടുത്തേക്കുന്നത്. സോ ഏറ്റവും ഹയസ്റ്റ് വെയ്റ്റേജ് അവിടെയാണ്. നിങ്ങൾ ആ ക്വസ്റ്റ്യൻ നമ്പർ 1, 2, 4, 6 നോക്കുമ്പോഴും ഇതേ ചാപ്റ്റേഴ്സ് തന്നെയാണ് അവർ വെയ്റ്റേജ് കൊടുത്തിട്ടേക്കണത്. ഈ പറയുന്ന ചാപ്റ്റേഴ്സിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. സോ റിവൈസ് ഫസ്റ്റ്. റിവിഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. റിവിഷൻ പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്താൽ അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റും. സോ 8, 9, 10 ഞാൻ നേരത്തെ ഡിവിഡൻറ്റിൻ്റെ എക്സ്പ്ലെയിൻ ചെയ്ത പോലെ നിങ്ങൾ ഡിവിഡൻറ്റ് നമ്മൾ റിവൈസ് ചെയ്തു. ടെക്നിക്കലി 8ഉം 11ഉം നമ്മൾ ഇന്ന് കംപ്ലീറ്റ് ആയി. സോ നിങ്ങൾക്ക് എന്ത് മാത്രമേ ബാക്കിയുള്ളൂ, 9 and 10 മാത്രമേ ബാക്കിയുള്ളൂ. സോ അക്കൗണ്ട്സ് ഓഫ് എ കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നത് 128 സ്റ്റാർട്ട് ചെയ്യുന്നു. 128 കുറേ സബ് സെക്ഷൻസ് ഉണ്ട്. അതിനെ ബേസ് ചെയ്യുന്ന ഓരോ ക്വസ്റ്റ്യൻസ് പിക്കപ്പ് ചെയ്യുക. 129 അങ്ങനെ 128 to 138 ആണ് അക്കൗണ്ട്സ് ഓഫ് എ കമ്പനിക്കകത്ത് വരിക. സോ 128 to 138 വരുന്ന ഓരോ സെക്ഷൻ, ചില സബ് സെക്ഷനിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ട്, ക്വസ്റ്റ്യൻസ് റിവൈസ് ചെയ്യുക. 1.5 hours കൂടുതൽ എടുക്കാൻ പാടില്ല. ഇപ്പോൾ ക്വസ്റ്റ്യൻസ് നിങ്ങൾ വായിച്ചു, ക്വസ്റ്റ്യൻസ് നോക്കുന്നു, ആൻസർ എങ്ങനെ പ്രസൻറ്റ് ചെയ്തു നോക്കുന്നു, യു ഗെറ്റിംഗ് ആൻ ഐഡിയ. അപ്പോൾ എക്സസ് ടൈമും കിട്ടും. ടെക്നിക്കലി ഒരു ഫുൾ റിവിഷനും കഴിയും. ഓരോ സെക്ഷനും എന്താ നമുക്ക് മനസ്സിലായി, ക്വസ്റ്റ്യൻസ് നമുക്ക് പ്ലാൻ ചെയ്ത് മനസ്സിലാക്കി. 128 ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് വന്നേക്കാം, അല്ലെങ്കിൽ 129 ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് വന്നേക്കാം, 135 ക്വസ്റ്റ്യൻസ് ഇങ്ങനെയൊക്കെ വന്നേക്കാം. യു ആർ ഗെറ്റിംഗ് എ ഐഡിയ. കാരണം CSRനൊക്കെ ബേസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പ്രാക്ടീസ് ചെയ്യാതെ പോയാൽ നിങ്ങൾ തെറ്റിക്കും. നമ്മൾ ചുമ്മാ പ്രൊവിഷൻ വായിച്ചിട്ട് പോയി, പക്ഷേ വി ഡോണ്ട് നോ ടു അപ്ലൈ കേസ് ബേസ് ക്വസ്റ്റ്യൻ. നമുക്ക് മാർക്ക് മേടിക്കാൻ വേണ്ടി പറ്റുമോ? ഇല്ല. സോ CSRനെ ബേസ് ചെയ്യുന്ന ഒരു 3 types ഓഫ് ക്വസ്റ്റ്യൻ വർക്ക് ബുക്കിൽ കിടപ്പുണ്ട്. അത് 3 നിങ്ങൾ ചെയ്ത് നോക്കണം. സോ 120 to 138 ആണ്. അപ്പോൾ അക്കൗണ്ട്സ് ഓഫ് എ കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നു. ദെൻ യു ആർ ഗോയിങ് ഫോർ ഓഡിറ്റ് ആൻഡ് ഓഡിറ്റേഴ്സ്. സോ ഓൾറെഡി 8 and 11 യു ആർ കവറിങ് ടുഡേ. ടുമോറോ യു വിൽ സ്റ്റാർട്ട്. ഏർലി മോർണിംഗ് പേഴ്സൺ ആണെങ്കിൽ പ്ലീസ് സ്റ്റാർട്ട് ബൈ 5 o'clock. അല്ല, യു ക്യാൻ ഗെറ്റ് എ ലിറ്റിൽ ലേറ്റ് ഓൺലി 6 o'clock. 7 മണിന്നൊന്നും ഞാൻ പറയുന്നില്ല. 6 o'clock ഇപ്പോൾ നിങ്ങൾ ഏർലി മോർണിംഗ് പേഴ്സൺ ആണെങ്കിലും അല്ലെങ്കിലും 6 o'clock ആകുമ്പോൾ നിങ്ങൾ എഴുന്നേറ്റിട്ട് റിവിഷൻ സ്റ്റാർട്ട് ചെയ്യണം. നെക്സ്റ്റ് സെറ്റ് നിങ്ങൾ ഏതിലോട്ടാണ് പോകേണ്ടത്? നെക്സ്റ്റ് സെറ്റ് ഡെഫിനറ്റ്ലി ഷുഡ് ബി 5, 6, 7. 5, 6, 7 തന്നെ റിവൈസ് ചെയ്യണം. അതിനൊരു റീസൺ ഞാൻ പറയാം. ഡെപ്പോസിറ്റ്സ്, ചാർജസ് വളരെ ചെറിയ ചാപ്റ്ററാണ്. വെരി സിമ്പിൾ ചാപ്റ്റേഴ്സ്. അതിനകത്തെ നമ്പർ ഓഫ് ഡേയ്സ്, ആ ടെന്യൂർ പീരീഡ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആവും. സോ 5, 6, 7 ആയിരിക്കണം നിങ്ങൾ അടുത്ത റിവൈസ് ചെയ്യാൻ പോകുന്നത്. സോ ടുഡേ, അതായത് എക്സാം കഴിഞ്ഞ് വന്നെന്ന്, യു വിൽ റിവൈസ് 8 and 11. ടുമോറോ യു വിൽ സ്റ്റാർട്ട് വിത്ത് 9, chapter 9, chapter 10. Then you will go to 5, 6, 7. ഇന്നത്തെ മാനേജ്മെൻറ്റ് അഡ്മിനിസ്ട്രേഷൻ കുറച്ച് വലിയ ചാപ്റ്ററാണ്. അത് നിങ്ങൾക്ക് ഡിവൈഡ് ചെയ്ത് പഠിക്കാം, അല്ലെങ്കിൽ സ്പ്ലിറ്റ് ചെയ്തിട്ട് ആദ്യം ഇന്ന സെക്ഷൻ തൊട്ട് ഇന്ന സെക്ഷൻ വരെ ഞാൻ ആദ്യം കവർ ചെയ്യാം. 88 തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നു. സോ 88 തൊട്ടിട്ട് ഞാൻ മേ ബി 101 വരെ ഒറ്റ സെറ്റിലിരുന്ന് കംപ്ലീറ്റ് ചെയ്തു. പിന്നെ 102 തൊട്ടിട്ട് ഞാൻ പഠിക്കും. അപ്പോൾ നിങ്ങൾക്ക് സ്പ്ലിറ്റ് ചെയ്ത് പഠിക്കണോ, നിങ്ങൾക്ക് അങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് പഠിക്കും. ഇറ്റ്സ് അപ് ടു യു. യു ഷുഡ് ഡിസൈഡ് എങ്ങനെ പ്രിപ്പയർ. 122 വരെ ഞാൻ ഒറ്റ ഫ്ലോയിൽ പോകുന്നു. വീണ്ടും സ്പ്ലിറ്റ് ചെയ്യണോ, ചെയ്യാം. ബിക്കോസ് ഓരോ സെറ്റിൽ നിന്ന് നമുക്ക് ക്വസ്റ്റ്യൻസ് കിട്ടണം. ആൻഡ് ദാറ്റ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യലാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഇപ്പോൾ ചില സെക്ഷനിൽ ക്വസ്റ്റ്യൻ വന്നിട്ടില്ലെങ്കിൽ ഒരു മൊത്തം സെറ്റ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ക്വസ്റ്റ്യൻസ് വരാത്ത സെക്ഷൻസ് ഉണ്ടാവില്ലേ, അത് ലാസ്റ്റ് വായിക്കാം. അതായത് ഫസ്റ്റ് ക്വസ്റ്റ്യൻസ് എന്തിൻ്റെയൊക്കെ തന്നിട്ടുണ്ടോ, റിവൈസ് ദാറ്റ് ഫസ്റ്റ്. ദെൻ യു വിൽ കം ആൻഡ് റിവൈസ് ദ സെക്ഷൻസ് വേറെ ക്വസ്റ്റ്യൻസ് ഒന്നും വർക്ക് ബുക്കിൽ കിടപ്പില്ല, അത് വായിക്കുക. അതായത് നമുക്ക് വിടാനായിട്ടൊരു ചോയ്സ് ഇല്ല. ദിസ് കെൻ കം ആസ് എ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ഓൾസോ. നെക്സ്റ്റ് യു വിൽ ഗോ ടു ചാപ്റ്റർ 2, 3 and 4. ചാപ്റ്റർ 2, 3 and 4. ചാപ്റ്റർ 1 അവിടെ നിൽക്കട്ടെ. ചാപ്റ്റർ 2, 3 and 4 ഇട്ടിട്ട് ഫിനിഷ് ഓഫ് ചെയ്യുക. അതായത് ഞാൻ ഒന്നുകൂടെ പറയാം, 8 and 11 already we have covered today. We'll be covering today, or you have to cover today. Tomorrow morning you will start with 9, 10, 5, 6, 7. Then it should be 2,
3 and 4. അത് വെച്ച് നിങ്ങൾ തീർക്കുക. ഏകദേശം അന്നേരം കംപ്ലീറ്റ് ആകും. യു വിൽ ബി ഓൾമോസ്റ്റ് കംപ്ലീറ്റ് വിത്ത് ദറ്റ്. ഏകദേശം ഒരു രാത്രിയൊക്കെ ആകും. പിന്നെ നമുക്ക് ലാസ്റ്റ്, അതായത് നാളത്തേക്ക് ലാസ്റ്റ് നിങ്ങൾക്ക് റിവൈസ് ചെയ്യാൻ പറ്റുന്നത് ഇതിൽ ഐദർ ജനറൽ ക്ലോസ് ഓർ ഇൻ്റർപ്രിട്ടേഷനോട് ചോദിച്ചാൽ ലിറ്റിൽ മോർ ഈസിയർ വുഡ് ബി ജനറൽ ക്ലോസ്. അതായത് ജനറൽ ക്ലോസ് തലേന്ന് പഠിച്ചാൽ നമുക്ക് ഓർത്തിരിക്കാൻ വേണ്ടി പറ്റും. സോ ജനറൽ ക്ലോസ് യു ഷുഡ് ടേക്ക് ഫ്രം ദ അതർ ലോ. അല്ലാണ്ട് മൊത്തം അതർ ലോയും നിങ്ങൾ എങ്ങോട്ട് വെക്കേണ്ട, പരീക്ഷയുടെ അന്ന് രാവിലത്തേക്ക് നിങ്ങൾ വെക്കേണ്ട. സോ ജനറൽ ക്ലോസ് ഓൾസോ യു വിൽ ഡു ടുമോറോ. ആ 1 full ഡേയിൽ യു വിൽ കംപ്ലീറ്റ് ഓൺലി ദിസ് മച്ച്. ഇതിൽ കൂടുതൽ റിവൈസ് ചെയ്യരുത്. മോർ ദൻ ഇനഫ്. അതായത് 1.5 hours മാക്സിമം. ഞാൻ 1.5 hours പറയുന്നത്. ഇപ്പോൾ ഡെപ്പോസിറ്റ് ചാപ്റ്ററൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് 45 minutes കൊണ്ട് റിവൈസ് ചെയ്യാൻ പറ്റിയെന്ന് വരാം. ചിലപ്പോൾ 1 hour കൊണ്ട് റിവൈസ് ചെയ്തെന്ന് നിങ്ങൾക്ക് പറ്റിയെന്ന് വരാം. സോ ഇത് വെച്ച് നിങ്ങൾ തീർക്കുക. ഇനി കൂടുതൽ നമ്മുടെ ബ്രെയിനെ ഓവർബേർഡൻ ചെയ്യേണ്ട. കാരണം കുറേ നേരം ഇരുന്ന് പഠിക്കുന്നതല്ല, ഭയങ്കര പ്രോഡക്റ്റീവ് ആവണം. ഇത്രയും കൊണ്ട് നിർത്തുക. ഗോ സ്ലീപ്പ്. നെക്സ്റ്റ് ഡേ മോർണിംഗ് അഗെയിൻ wake up by 6 o'clock. You will start with LLP. So LLP to start here. You will go to interpretation. You will finish FEMA. So first next day, അതായത് പരീക്ഷയുടെ അന്ന് രാവിലെ LLP റിവൈസ് ചെയ്യുക. കാരണം 15 to 20% അതിനകത്ത് വരുന്നുണ്ട്. FEMA നിങ്ങൾ നോക്കിയാൽ കമ്പൽസറി ക്വസ്റ്റനിലും അല്ലാതെയും വന്നിട്ടുണ്ട്. സോ FEMA, കാരണം FEMA നമ്മൾ തലേന്നൊക്കെ പഠിക്കുമ്പോൾ ഇന്ന് പഠിക്കുമ്പോൾ മറന്നുപോകും. നമ്മൾ പറയില്ല, അയ്യോ ഞാൻ തലേന്ന് നോക്കി എന്നിട്ട് എനിക്ക് കളക്ട് ചെയ്തെടുക്കാൻ പറ്റില്ല, ഞാൻ മറന്നുപോയി, ഞാൻ കൺഫ്യൂസ്ഡ് ആയി. ഇൻ ഓർഡർ ടു അവോയ്ഡ് ദാറ്റ്, ഓൺ ദ ഡേ ഓഫ് ദി എക്സാം ആ രാവിലെ നിങ്ങൾ റിവൈസ് ചെയ്യേണ്ട ചാപ്റ്റേഴ്സാണ് LLP, FEMA, ഇൻ്റർപ്രിട്ടേഷൻ. ലാസ്റ്റ് നിങ്ങൾ ഏത് നോക്കിയാൽ മതി? പ്രിലിമിനറി ഈസ് എ വെരി വെരി സിമ്പിൾ ചാപ്റ്റർ. അതിനകത്ത് ഇമ്പോർട്ടൻറ്റ് ഡെഫിനിഷൻസ് ഇല്ലേ? ഹോൾഡിംഗ് ആൻഡ് സബ്സിഡറി, ഗവൺമെൻറ് കമ്പനി, അതുപോലെ ഓഫീസർ ഇൻ ഡിഫോൾട്ട്, ഫിനാൻഷ്യൽ ഇയർ, നമ്മുടെ ഡോമിനൻ്റ് കമ്പനി, അങ്ങനെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഗവൺമെൻറ് കമ്പനി, അങ്ങനെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്ത ഡെഫിനിഷൻസ് ഇല്ലേ? അതിനകത്ത് ചില ഡെഫിനിഷൻസ് ഒക്കെ അതതായ ചാപ്റ്റർ തന്നെ കവർ ചെയ്ത് പോയിട്ടുണ്ട്. സോ വളരെ സിമ്പിൾ ചാപ്റ്റർ. എഗെയിൻ ദാറ്റ് വുഡൻ ടേക്ക് മോർ ദൻ 1 hour. സോ LLP നമ്മൾ ആ പരീക്ഷ അന്ന് രാവിലെ റിവൈസ് ചെയ്യുന്ന ചാപ്റ്റേഴ്സ് നല്ല വെയിറ്റേജ് ഉള്ള ചാപ്റ്റേഴ്സുമാണ്. നമ്മൾക്ക് ഓർക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള, അതായത് നമുക്ക് ഓർത്തെടുക്കാൻ നമ്മൾ നേരത്തെ പഠിച്ചാൽ മറന്നു പോകുന്ന ടൈപ്പ് ഓഫ് ചാപ്റ്റേഴ്സ്. അത് പരീക്ഷയുടെ അന്ന് രാവിലെ ആകുമ്പോൾ ഫ്രഷ് ആയിട്ട് നമ്മുടെ മൈൻഡിൽ അതുണ്ടാവും. സോ LLP, FEMA, interpretation, preliminary. These should be the chapters which you should revise on the day of the exam. സോ ഇങ്ങനെ റിവിഷൻ പ്ലാൻ ചെയ്ത് പോകണം. അതായത് ഇന്ന് ഒട്ടും പഠിക്കാതിരിക്കരുത്. അപ്പോൾ നമ്മൾ കുറച്ച് ടൈറ്റ് ആവും. ഇന്ന് പഠിക്കാതിരിക്കുവാണെങ്കിൽ നാളെ ടൈറ്റ് ആവും. നമ്മൾ ഉദ്ദേശിച്ച പോലെ പോർഷൻസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ മറ്റന്നാളും എഗെയിൻ നമ്മൾ 1-2 ചാപ്റ്റേഴ്സ് റിവൈസ് ചെയ്യാതെ വേണം എക്സാമിന് പോകേണ്ടി വരിക. അപ്പോൾ ഇഫ് യു ഡു നോട്ട് പ്ലാൻ ലൈക്ക് ദിസ്, സോ കമ്പനി ഇൻകോർപ്പറേറ്റഡ് ഔട്ട്സൈഡ് ഇന്ത്യ ഡിവിഡൻഡ് കഴിയുന്നു. നിങ്ങൾക്ക് ചില ക്വസ്റ്റ്യൻ തെറ്റിപ്പോയി, ഞാൻ ഉദ്ദേശിച്ച പോലെ അല്ല അതിൻ്റെ ആൻസർ. സോ യു ക്യാൻ മാർക്ക് ആൻഡ് കീപ്പ്, ആൻഡ് യു ക്യാൻ കീപ് സെയിങ് ഞാനിതാണ് തെറ്റിച്ചത്. നൗ ദിസ് ഇസ് ദ പ്രൊവിഷൻ ദാറ്റ് ഐ ഹാവ് ടു റിമെമ്പർ. ഇത് 7 days അല്ല, ഇത് 5 days പ്രൊവിഷനും. ഇതിപ്പോൾ ഇറ്റ്സ് എ നമ്പർ ഓഫ് ഡേയ്സ് യു ക്യാൻ റികളക്ട്. അങ്ങനെ ജസ്റ്റ് മാർക്ക് ആൻഡ് കീപ്പ്. പരീക്ഷയ്ക്ക് കയറുന്നതിന് മുന്നേ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പോകും. Some question you knew that was the answer, you were 100% sure that was the answer, പക്ഷേ നമ്മൾ ക്രോസ് വെരിഫൈ ചെയ്തപ്പോൾ അതല്ല, നമ്പർ ഓഫ് ഡേയ്സ് മാറിയിട്ടുണ്ടാവും, പ്രൊവിഷൻ മാറിയിട്ടുണ്ടാവും. അങ്ങനെ എന്തെങ്കിലും ലാസ്റ്റ് മൊമെൻറ്റ് റിവൈസ് ചെയ്യുമ്പോഴെങ്കിൽ ജസ്റ്റ് മാർക്ക് ആൻഡ് കീപ്പ്. പെട്ടെന്ന് എക്സാം ഹാളിലോട്ട് പോകുമ്പോഴോ ജസ്റ്റ് കയറുന്നതിന് ഒരു 1/2 hour മുന്നേ ആയിട്ട് നിങ്ങൾക്ക് ആ ഒരു ഏരിയ ജസ്റ്റ് ഒരു ഉറപ്പിന് വേണ്ടി ഒന്നും കൂടെ റിവൈസ് ചെയ്യാം. സോ നമ്പർ ഓഫ് ഡേയ്സ് റിവൈസ് ചെയ്യുന്ന സമയത്ത് നമ്പർ ഓഫ് ഡേയ്സ് ഏറ്റവും കൂടുതൽ വരുന്ന ഇവിടെ ഡിവിഡൻറ്റ്, അക്കൗണ്ട്സ് ഓഫ് എ കമ്പനി, ഓഡിറ്റ് ആൻഡ് ഓഡിറ്റേഴ്സ്, പിന്നെ എനിക്ക് ചാർജസ്, ഡെപ്പോസിറ്റ്സ്, ഈ പറയുന്ന 5 ചാപ്റ്റേഴ്സാണ് ഞാൻ കൂടുതൽ നമ്പർ ഓഫ് ഡേയ്സ് കണ്ടിട്ടുള്ള. ബാക്കിയുള്ള നമ്പർ ഓഫ് ഡേയ്സ് ഇറ്റ്സ് ഈസി ടു റിമെമ്പർ. ഈ പറയുന്ന ചാപ്റ്റേഴ്സിൽ ലോഡ് ഓഫ് 30 days, 15 days, 7 days ഒക്കെ ഉണ്ട്. സോ അത് വായിക്കുന്ന സമയത്ത് നമ്പർ ഓഫ് ഡേയ്സ് അറ്റ്ലീസ്റ്റ് 2 to 3 times എങ്കിലും റിവൈസ് ചെയ്യാൻ വേണ്ടി മറക്കരുത്. സോ ദിസ് ഇസ് ഹൗ യു വിൽ പ്ലാൻ യുവർ റിവിഷൻ ഇൻ ദ നെക്സ്റ്റ് 1.5 days. നൗ കമ്മിങ് ടു യുവർ നമ്മുടെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ. സ്റ്റുഡൻസ് സ്ഥിരം ചോദിക്കുന്നതാണ്, എത്ര ടൈമാണ് അതിന് അലോട്ട് ചെയ്യേണ്ടത്? മാക്സ് ടു മാക്സ് 15 to 20 minutes, നോട്ട് മോർ ദൻ ദാറ്റ്. 15 to 20 minutes കൂടുതൽ അലോട്ട് ചെയ്യാൻ പാടില്ല. അതിന് റീസൺ ഞാൻ പറയാം. ഡിസ്ക്രിപ്റ്റീവ് നല്ലപോലെ എഴുതാനായിട്ടുണ്ട്, നമുക്കത് കംപ്ലീറ്റ് ചെയ്യണം ഓൺ ടൈം. സോ 15 to 20 minutes ഉള്ളിൽ കംപ്ലീറ്റ് ചെയ്യാം. ഞാൻ ഓൾറെഡി MTPയിലൊക്കെ ഡിസ്കസ് ചെയ്താണ് എങ്ങനെ അത് സോൾവ് ചെയ്യണമെന്ന്. ആദ്യമേ ഇറ്റ് വിൽ ബി എ കേസ് ബേസ്ഡ് ക്വസ്റ്റ്യൻ. ആദ്യമേ ഒരു 5 ക്വസ്റ്റൻ ഉണ്ട്, അല്ലെങ്കിൽ ഒരു 10 ക്വസ്റ്റൻ ഉണ്ട്. ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്ന് ആദ്യം ഒരു ഐഡൻറ്റിഫൈ ചെയ്യുക. അതായത് ഐഡൻറ്റിഫൈ ചെയ്ത് വെക്കാം. ഏതൊക്കെ ചാപ്റ്ററിൽ നിന്നാണ്? ചാർജസ് ആണോ, ഡെപ്പോസിറ്റ്സ് ആണോ, കമ്പനി ഇൻകോർപ്പറേറ്റഡ് ഔട്ട്സൈഡ് ഇന്ത്യ ആണോ, എന്തിൽ നിന്നൊക്കെയാണ് ക്വസ്റ്റൻസ് വന്നേക്കുന്നതെന്ന് ആദ്യം തന്നെ ഒന്ന് നോക്കി വയ്ക്കുക. എന്നിട്ട് ഗോ റീഡ് യുവർ പാസേജ്. സോ യു ക്യാൻ കണക്ട് ഇറ്റ്. കാരണം പാസേജിനകത്ത് വേണ്ടിയതും വേണ്ടാത്തതുമായിട്ട് കുറേ ഇൻഫർമേഷൻ ഉണ്ട്. സോ പാസേജ് വെച്ച് തന്നെ അങ്ങ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കണേ? തലയ്ക്കകത്ത് കുറേ ഇൻഫർമേഷനാണ്, വീണ്ടും പോയി പാസേജ് വായിക്കും. യു വിൽ വേസ്റ്റ് എ ലോട്ട് ഓഫ് ടൈം. അങ്ങനെ സോ ഇൻ ഓർഡർ ടു അവോയ്ഡ് ദാറ്റ് നമ്മൾ എന്ത് ചെയ്യുക? ഫസ്റ്റ് റീഡ് ദ ക്വസ്റ്റൻസ്. പെട്ടെന്ന് നോക്കുക ക്വസ്റ്റൻസ് ഏതൊക്കെ ചാപ്റ്ററിനെ ബേസ് ചെയ്തിട്ടാണ്. എന്നിട്ട് പോയി നിങ്ങൾ ആ പാസേജ് വായിക്കുമ്പോൾ യു ക്യാൻ കണക്ട് ഇറ്റ് വെരി ഈസിലി. സോ അത് ടൈം സെറ്റായിട്ട് വെക്കണം.
മേക്ക് ഷുവർ യു ടേക്ക് യുവർ വാച്ച് അലോങ് വിത്ത് യു. നിങ്ങൾ വാച്ച് ഇല്ലാതെ എക്സാമിന് പോകരുത്. നോട്ട് നെസസറി ദാറ്റ് എല്ലാ ക്ലാസ് റൂമിലും ക്ലോക്സ് കാണണം. അപ്പോൾ നോട്ട് നെസസറി. അപ്പോൾ അതുകൊണ്ട് മാൻഡേറ്ററി ആയിട്ട് കൊണ്ടുപോയിരിക്കണം. അതുപോലെ സ്ഥിരം ചോദിക്കുന്നതാണ് കാൽക്കുലേറ്റർ ലോ എക്സാമിന് കൊണ്ടുപോകണം. യെസ്, യു ഹാവ് ടു ക്യാരി ദ കാൽക്കുലേറ്റർ ബിക്കോസ് നമുക്ക് ഡിവിഡൻ ചാപ്റ്റർ ആയിക്കോട്ടെ, നമ്മുടെ അക്കൗണ്ട്സ് ഓഫ് എ കമ്പനി ആയിക്കോട്ടെ, ഓഡിറ്റ് ആൻഡ് ഓഡിറ്റേഴ്സ് ആയിക്കോട്ടെ, നമ്പർ ഓഫ് ഡേയ്സ് കമ്പ്യൂട്ട് ചെയ്യേണ്ട സിറ്റുവേഷൻ ആയിട്ട് വരും. ഇപ്പോൾ നിങ്ങൾ ഭയങ്കര കിടലുമായിരിക്കും, മനക്കണക്കിലൊക്കെ ഭയങ്കര കിടലുമായിരിക്കും. പക്ഷേ ആ സമയത്ത് നമ്മൾ ടെൻഷൻ അടിച്ചിരിക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ തെറ്റിക്കും. ബേസിക്കായിട്ട് കെയർലെസ് മിസ്റ്റേക്ക് നമ്മൾ പറയില്ലേ, ലാസ്റ്റ് മൊമെൻ്റ് ആളും തെറ്റിക്കും. സോ ഡോണ്ട് ഡൂ ദാറ്റ്. പ്ലീസ് ക്യാരി യുവർ കാൽക്കുലേറ്റർ. സയൻറ്റിഫിക് കാൽക്കുലേറ്റേഴ്സ് അലൗഡ് അല്ല, എല്ലാവർക്കും അറിയാം. ദ നോർമൽ കാൽക്കുലേറ്റർ വിച്ച് യു ക്യാരി ഇറ്റ് ഫോർ യുവർ അക്കൗണ്ട്സ് എക്സാം, പ്ലീസ് ഡൂ ദാറ്റ്. ദിസ് ഇസ് ഹൗ യു വിൽ പ്രസൻറ്റ്. ഐ ഹോപ്പ് ദി സെഷൻ വാസ് ക്ലിയർ. അപ്പോൾ 1.5 days എങ്ങനെ പ്രിപ്പയർ ചെയ്യണം ഞാൻ പറഞ്ഞ പോലെ പ്ലീസ് ഡോണ്ട് വേസ്റ്റ് യുവർ ടൈം. ഇന്ന് നിങ്ങൾ വേസ്റ്റ് ചെയ്യാൻ പാടില്ല. എങ്ങനെ ആയിക്കോട്ടെ നിങ്ങൾ പേപ്പർ പ്രസൻറ്റ് ചെയ്തത് അടിപൊളിയായിട്ടോ അല്ലെങ്കിൽ ഉദ്ദേശമുള്ള പ്രസൻറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല, എങ്ങനെ വേണമെങ്കിലും ആയിക്കോട്ടെ, യു ആർ നോട്ട് ഗോയിങ് ടു ഇവാലുവേറ്റ് യുവർ പേപ്പർ, യു ആർ ഗോയിങ് ടു ഫോക്കസ് an exemption for corporate and other law. Okay, please do your paper really well. You can crack this, you will definitely crack this. ഇത്രയും നാൾ നിങ്ങളുടെ ഇട്ട എഫേർട്ട് ഉണ്ട്, ഡെഫിനറ്റ്ലി യുവർ എഫേർട്സ് വിൽ പേ ഓഫ്. ഇത് ചുമ്മാ പറയുന്നതല്ല. അതായത് നമ്മുടെ എല്ലാ ബാച്ചസും അങ്ങനെയാണ്. അതായത് അവർ എഫേർട്ട് ഇട്ടിട്ടുണ്ടോ അവർക്ക് ഉറപ്പായിട്ടും റിസൾട്ട്സ് കിട്ടും. അതായത് ഇഫ് യു ഗിവൺ യുവർ ബെസ്റ്റ്, ഡെഫിനറ്റ്ലി അതിപ്പോൾ എക്സാംസ് ഇച്ചിരി പാടായെന്നും പറഞ്ഞിട്ട് ഇറ്റ്സ് നോട്ട് എ നോർമൽ ഡിഗ്രി എക്സാം ഓർ എനിത്തിങ്. ഡെഫിനറ്റ്ലി നല്ല ക്വാളിറ്റിയുള്ള പേപ്പേഴ്സേ വരുള്ളൂ. സോ ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിച്ചാൽ നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല. ഇറ്റ്സ് ഓക്കെ, വിൽ ഡൂ ദി നെക്സ്റ്റ് പേപ്പർ അടിപൊളിയായിട്ട്. വോട്ട് ഇഫ് എനിക്ക് അതിനൊരു 45 കിട്ടി, മറ്റേനൊരു 65-70 കിട്ടിയെങ്കിൽ എൻ്റെ ആഗ്രിഗേറ്റ് സെറ്റ് ഓഫ് ആയില്ലേ? യു ഷുഡ് ഫോക്കസ് ഓൺ ദി ആഗ്രിഗേറ്റ് ആസ് വെൽ. അല്ലാണ്ട് ഈ ഒരു പേപ്പർ നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റിയില്ല, അതുകൊണ്ട് ഞാൻ ബാക്കി എല്ലാ പേപ്പറും കുളമാക്കാം, അങ്ങനെ ആവരുത്. We all know that you will definitely do this, but just that arrange your chapters properly and start revising. അതായത് നമ്മൾ എല്ലാം കൂടെ എടുത്തിട്ട് എവിടുന്ന് തുടങ്ങണം എന്നറിയില്ല, അല്ലെ എങ്ങനെ റിവൈസ് ചെയ്യണം എന്നറിയില്ല. ദാറ്റ് ഷുഡൻറ്റ് ബി എ പ്രോബ്ലം. സോ do very well. If you have any doubts, if you have any doubts, please write it as a comment here. Okay, താഴെ ഒരു ചാറ്റിനകത്ത് നിങ്ങൾ കമൻറ്റ് പോലെ ഇട്ടാൽ മതി. Definitely I'll come and clarify your doubts. Okay, so all the very best. Do your paper really well and do let me know how your paper went. Okay, thank you.